US-ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് ഉപരോധത്തിന് പിന്നാലെ ഇറാന്റെ എണ്ണ വ്യവസായ മേഖലയിൽ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കയറ്റുമതി നിലച്ചതോടെ അസംസ്കൃത എണ്ണ സംഭരിക്കാൻ സ്ഥലമില്ലാതെ വലയുകയാണ് ഇറാൻ. ഒരു വശത്ത് എണ്ണക്കിണറുകൾക്ക് കേടുപാട് വരുത്താതെ ഉൽപാദനം നിർത്താൻ കഴിയാത്ത അവസ്ഥയും, മറുവശത്ത് നാവിക ഉപരോധം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളെ തുടർന്ന് എണ്ണ കയറ്റുമതി നിശ്ചലമായ സ്ഥിതിയുമാണ് ഇപ്പോഴുള്ളത്. ഇതോടെ ഇറാനിൽ അസംസ്കൃത എണ്ണ കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപെക്കിൽ 2ാം സ്ഥാനത്തുള്ള ഇറാന്റെ എണ്ണ ഉൽപാദനം വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നും ശേഷിക്കുന്ന സംഭരണശേഷി 12 മുതൽ 22 ദിവസം വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും അനലിറ്റിക്സ് സ്ഥാപനമായ കെപ്ലർ പറയുന്നു. ഇറാന്റെ ആകെയുള്ള എണ്ണ ഉൽപാദനത്തിൽ 90% സംഭാവന ചെയ്യുന്നിടവും 30 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ സംഭരിക്കാൻ ശേഷിയുള്ളതുമായ ഖാർഗ് ദ്വീപ് അതിന്റെ സംഭരണശേഷിയുടെ പരമാവധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികമായി ഉൽപ്പാദിക്കപ്പെടുന്ന എണ്ണ കടലിൽ തന്നെ ഒരു ടാങ്കറിൽ സൂക്ഷിക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ ഇറാൻ. ഇതിനായി 30 കൊല്ലം പഴക്കമുള്ള നഷ എന്ന ഓയിൽ ടാങ്കറിനെ സജ്ജമാക്കുകയുമാണ്. ഖാർഗിലെ എണ്ണ സംഭരണശേഷി വർദ്ധിപ്പിക്കലാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മാരിടൈം വിദഗ്ധരുടെ വിലയിരുത്തലിൽ 13 മില്യൺ ബാരൽ എണ്ണ കൂടി സംഭരിക്കാനുള്ള സംവിധാനങ്ങളെ ഇറാനിൽ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. എന്നാൽ പ്രതിദിനം ഉൽപ്പാദിക്കപ്പെടുന്നത് 1 മില്യൺ മുതൽ 1.1 മില്യൺ ബാരൽ എണ്ണയാണ്. ഈ നിരക്ക് വെച്ച് നോക്കുമ്പോൾ 12-13 ദിവസത്തിനകം സംഭരണികൾ നിറയാനാണ് സാധ്യത. ഏപ്രിൽ 16-ാം തീയതി ഖാർഗ് ദ്വീപിൽ നിന്ന് 5 മില്യൺ ബാരലുകൾ 3 ടാങ്കറുകളിലേക്ക് മാറ്റുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ മാരിടൈം ട്രാക്കർ പ്ലാറ്റ്ഫോമായ ടാങ്കർ ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരുന്നു. എണ്ണ ഉൽപാദനവും കയറ്റുമതിയും കുറഞ്ഞാൽ ഇറാനെ കാത്തിരിക്കുന്നത് വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ്. സംഭരിക്കാൻ സംവിധാനങ്ങളില്ലാത്ത എണ്ണക്കിണറുകൾ അടയ്ക്കേണ്ടതായി വന്നാൽ അവയുടെ സന്തുലിതാവസ്ഥ നഷ്ടമാവുകയും വെള്ളം കയറുന്നതിന് കാരണമാവുകയും ചെയ്യും. ടാങ്കുകളിൽ വെള്ളം കയറുന്നത് എണ്ണക്കിണറുകളുടെ ദീർഘകാല ഉൽപാദനക്ഷമതയെ ബാധിക്കും. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, UAE എന്നിവയുൾപ്പെടെയുള്ള പ്രാദേശിക ഉൽപാദകരും എണ്ണ ഉൽപാദനം കുറച്ചിട്ടുണ്ട്. അതേസമയം ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഇറാനിയൻ കമ്പനിക്ക് കൈമാറാൻ ഇന്ത്യ നീക്കം സജീവമാക്കിയതായുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. തുറമുഖത്തിന് US അനുവദിച്ച ഉപരോധ ഇളവ് ഏതാനും ദിവസം മുൻപ് അവസാനിച്ചിരുന്നു. ഇതോടെ നടത്തിപ്പ് കൂടുതൽ തലവേദന സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലാണ് ഇന്ത്യ ഇപ്പോൾ. ഉപരോധവും പശ്ചിമേഷ്യയിലെ യുദ്ധവും തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. US അധികൃതരുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ചർച്ച നടത്തിയെങ്കിലും ഇളവ് നീട്ടുന്നതിൽ തീരുമാനമായിരുന്നില്ല. US-ൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകില്ല എന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ. ഇറാനുമായും US-ഉമായും ഇപ്പോഴും ചർച്ച നടത്തുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചത്. കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഉദ്യോഗസ്ഥരെ ചബഹാറിൽ നിന്നും ഘട്ടം ഘട്ടമായി പിൻവലിച്ചിരുന്നു. ഈ വർഷത്തെ ബജറ്റിൽ പണം വകയിരുത്തിയിട്ടില്ല. പദ്ധതിയിൽ നിന്നും കേന്ദ്രം പിന്മാറുന്നുവെന്ന സൂചന ഇതോടെ വ്യക്തവുമായിരുന്നു. ഇറാന്റെ തെക്കൻ തീരത്തുള്ള ചബഹാർ തുറമുഖത്തിന്റെ വികസനം 2003 മുതൽ നടത്തുന്നത് ഇന്ത്യയാണ്. 2018-ൽ ഇറാനെതിരെ US ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ചബഹാർ തുറമുഖത്തെ ഒഴിവാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ഏപ്രിൽ 26 വരെ ചബഹാറിന് ഇളവ് നൽകുകയും ചെയ്തു. ചബഹാർ തുറമുഖത്ത് ഇതുവരെ $12 കോടി ഇന്ത്യ നിക്ഷേപിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.